നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജരാജ ചോഴൻ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ പെരിയ കോവിലിനെ കുറിച്ച് ഒരുപാട് പേർക്കറിയാം. എന്നാൽ രാജരാജ ചോഴന് ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കാൻ പ്രചോദനകരമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. 1300 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രം പല്ലവ ഭരണകാലത്താണ് നിർമ്മിച്ചത്. ഏറെക്കുറെ മണൽക്കല്ലുകളാൽ നിർമ്മിതമായ കാഞ്ചി കൈലാസനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് കൈലാസനാഥസ്വാമി ക്ഷേത്രം. പല്ലവ ഭരണാധികാരിയായിരുന്ന രാജസിംഹൻ എന്നറിയപ്പെടുന്ന നരസിംഹവർമ്മൻ രണ്ടാമൻ CE 685-നും 705-നും ഇടയിൽ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. അതായത് 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലുമാണ് ക്ഷേത്ര നിർമ്മാണം നടന്നത്. ക്ഷേത്രത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ രാജസിംഹന്റെ പുത്രനായ മഹേന്ദ്രവർമ്മൻ മൂന്നാമന്റെ ഭരണകാലത്തും പൂർത്തിയാക്കിയിരുന്നു. കൈലാസനാഥസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ 63 നായന്മാർകളിൽ ഒരാളായ പൂസലാർ നായനാറെ കുറിച്ച് പറഞ്ഞേ മതിയാവൂ. ഹൃദയത്തിൽ ശ്രീകോവിൽ കെട്ടി ആ ശ്രീകോവിലിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച സാധുവായ ശിവഭക്തനായിരുന്നു പൂസലാർ നായനാർ. 8-ാം നൂറ്റാണ്ടിൽ തിരുനിன்றവൂർ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ശൈവ സന്യാസിയായിരുന്നു പൂസലാർ. ശിവഭക്തനായിരുന്ന പൂസലാർക്ക് വളരെ നാളായുള്ള ആഗ്രഹമായിരുന്നു ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിൽ ശിവനെ പ്രതിഷ്ഠിക്കുക എന്നത്. എന്നാൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ ധനമൊന്നും പൂസലാറുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൽ നിരാശനാവാതെ പൂസലാർ സ്വന്തം ഹൃദയത്തിൽ ഭാവനകളാൽ ക്ഷേത്രം പണിയാൻ തുടങ്ങി. ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും അദ്ദേഹം വളരെ ശ്രദ്ധയോടെ നിർമ്മിച്ചു. കരിങ്കല്ലും മരവും മണ്ണുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മഹാക്ഷേത്രങ്ങൾ പോലെ അത്രയും സമയമെടുത്ത് തന്നെ പൂസലാറും സ്വന്തം മനസ്സിൽ ക്ഷേത്രം നിർമ്മിച്ചു. ഏകദേശം ഈ സമയത്ത് തന്നെയാണ് രാജസിംഹൻ എന്നറിയപ്പെടുന്ന നരസിംഹവർമ്മൻ എന്ന പല്ലവ രാജാവ് കൈലാസനാഥസ്വാമി ക്ഷേത്രവും നിർമ്മിച്ചത്. രാജകീയ പ്രൗഢിയോടെ നിർമ്മിച്ച കൈലാസനാഥസ്വാമി ക്ഷേത്രത്തിൽ പണി പൂർത്തിയായപ്പോൾ കുംഭാഭിഷേകം നടത്താൻ തീരുമാനിച്ചു. അതിനായി തീയതിയും നിശ്ചയിച്ചു. എന്നാൽ അന്ന് രാത്രി രാജാവിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷനാകുകയും രാജാവ് നിർമ്മിച്ച ക്ഷേത്രത്തിലെ കുംഭാഭിഷേകത്തിന് എത്താൻ സാധിക്കില്ല എന്നും അന്നേ ദിവസം തന്റെ മറ്റൊരു ഭക്തനായ പൂസലാർ നിർമ്മിച്ച ക്ഷേത്രത്തിലെ കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കണമെന്നും ഭഗവാൻ അറിയിച്ചു. ഭഗവാന്റെ അസാന്നിധ്യത്തിൽ കുംഭാഭിഷേകം സാധ്യമല്ലാത്തതിനാൽ രാജാവ് കൈലാസനാഥസ്വാമി ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. എന്നാൽ രാജാവായ താൻ നിർമ്മിച്ച ക്ഷേത്രത്തെക്കാൾ എന്തു മഹിമയാണ് പൂസലാർ നിർമ്മിച്ച ക്ഷേത്രത്തിനുള്ളതെന്നറിയാൻ രാജാവിന് ആകാംക്ഷയായി. രാജാവ് പിറ്റേ ദിവസം തന്നെ പരിവാര സമേതം പൂസലാറെയും പൂസലാർ നിർമ്മിച്ച ക്ഷേത്രത്തെയും തേടി പുറപ്പെട്ടു. വഴിയിൽ കണ്ടവരോടെല്ലാം പുതുതായി നിർമ്മിച്ച ക്ഷേത്രം എവിടെയാണെന്ന് രാജാവ് അന്വേഷിച്ചു. എങ്കിലും ആർക്കും അങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഒടുവിൽ വളരെയധികം പ്രയത്നിച്ച് രാജാവ് പൂസലാറുടെ അടുത്തെത്തി. രാജാവ് ഭവ്യതയോടെ പൂസലാറോട് സ്വപ്ന ദർശനത്തിന്റെ കാര്യം പറയുകയും പൂസലാർ നിർമ്മിച്ച ക്ഷേത്രം എവിടെയാണെന്ന് അന്വേഷിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകത്തിന് ഭഗവാൻ ശിവൻ എത്തുമെന്നറിഞ്ഞ പൂസലാർ അത്യധികം സന്തോഷിച്ചു.
പൂസലാർ രാജാവിന്റെ കൈ പൂസലാറിന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം ഹൃദയത്തിൽ കെട്ടിയ ക്ഷേത്രത്തെക്കുറിച്ച് രാജാവിനോട് വിശദീകരിച്ചു. പൂസലാർ ഭക്തിയാൽ നിർമ്മിച്ച ആ ക്ഷേത്രം രാജാവ് മനക്കണ്ണിൽ കണ്ടു. അപ്പോഴാണ് രാജാവിനൊരു തിരിച്ചറിവുണ്ടായത്. അതായത് രാജാവ് ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ച് രാജപ്രൗഢിയോടെ നിർമ്മിച്ച ക്ഷേത്രത്തെക്കാളും എത്രയോ വലുതാണ് പൂസലാർ ഭക്തി കൊണ്ട് നിർമ്മിച്ച ആ ക്ഷേത്രമെന്നത്. അതിനർത്ഥം ക്ഷേത്രങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്നല്ല. ക്ഷേത്രങ്ങൾ ഊർജ കേന്ദ്രങ്ങളാണ്. ആഗമ വിധി പ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ മന്ത്രോച്ചാരണങ്ങളിലൂടെയും വിവിധ ആരാധനാ രീതികളിലൂടെയും ആത്മീയ ഊർജത്തെ കേന്ദ്രീകരിച്ച് നിർത്താനാകും. പലപ്പോഴും ഭക്തർക്ക് അഭയസ്ഥാനമാണ് ക്ഷേത്രങ്ങൾ. സാധാരണ മനുഷ്യർക്ക് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാൻ ക്ഷേത്രങ്ങൾ കാരണമാകുന്നു. ദൃശ്യമായ ഒരു രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നത്, അത് ഒരു ചിത്രത്തിന്റെ രൂപത്തിലായാലും ശില്പത്തിന്റെ രൂപത്തിലായാലും കൂടുതൽ വിശ്വാസവും ഭക്തിയും വളർത്തും. എന്നാൽ ആത്മീയ തലത്തിൽ ഉന്നതി കൈവരിച്ചവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവർ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ കണ്ടെത്തുന്നു. പൂസലാർ എന്ന സാധു സന്യാസിയും അത്തരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ഈശ്വരനിലേക്ക് എത്തുന്നതിന് പണമോ പദവിയോ മാനദണ്ഡമല്ലെന്നും ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയാണ് വേണ്ടതെന്നും പൂസലാറിലൂടെ ഭഗവാൻ വെളിപ്പെടുത്തി. പൂസലാർ ഹൃദയത്തിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന് കുംഭാഭിഷേകം നടത്തി ഭഗവാനിൽ ലയിച്ച് മോക്ഷം നേടി. പിന്നീട് രാജസിംഹൻ പൂസലാർ മനസ്സിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന് സമാനമായി പൂസലാറുടെ നാടായ തിരുനെൻട്രവൂരിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രം ഹൃദയാലേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ചെന്നൈക്കടുത്താണ് തിരുനെൻട്രവൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പൂസലാറുടെ മാനസിക ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകത്തിന് ശേഷമാണ് രാജസിംഹൻ നിർമ്മിച്ച കാഞ്ചീപുരത്തെ കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ അടിത്തറ കരിങ്കല്ലിലാണ് നിർമ്മിച്ചതെങ്കിലും മറ്റു ഭാഗങ്ങൾ ഭൂരിഭാഗവും മണൽക്കല്ലുകൾ എന്നറിയപ്പെടുന്ന സാൻഡ്സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അക്കാലത്ത് മരം കൊണ്ടും കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതുമായ ക്ഷേത്രങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ച ക്ഷേത്രം എന്ന പ്രത്യേകതയും കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിനുണ്ട്. ചതുരാകൃതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുഖമണ്ഡപം, മഹാമണ്ഡപം, 4 നില ഉയരമുള്ള വിമാനത്തോടു കൂടിയ ശ്രീകോവിൽ എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ. ക്ഷേത്രത്തിനെ ചുറ്റി 9 ഉപക്ഷേത്രങ്ങൾ അഥവാ ചെറുക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 7 എണ്ണം പുറത്തും 2 എണ്ണം പ്രവേശന കവാടത്തിന് ഇരുവശത്തുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഓരോന്നിലും ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ ചിലതിൽ ശിവലിംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതുകൂടാതെ ക്ഷേത്രത്തിന്റെ പ്രകാരത്തിൽ 58 ചെറിയ അറകളോട് കൂടിയ നിർമ്മിതികളുമുണ്ട്. ഓരോന്നിലും ശിവന്റെയും പാർവതിയുടെയും ഉൾപ്പെടെ നിരവധി മനോഹര ശില്പങ്ങളുണ്ട്. ഓരോ അറയിലും വിവിധങ്ങളായ കലാസൃഷ്ടികളാണ് പല്ലവകാലത്തെ ശില്പികൾ ഒരുക്കിയിരിക്കുന്നത്. ഭഗവാൻ ശിവന്റെ പല രൂപഭാവങ്ങൾ ഇതിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. വശങ്ങളിലായി കാണുന്ന ചെറിയ അറകൾ ഒരുപക്ഷെ ധ്യാനിക്കാനുള്ള സ്ഥലമായി ഉപയോഗിച്ചിരുന്നിരിക്കാം. കാരണം ഒരാൾക്ക് അകത്ത് കയറിയിരുന്ന് സ്വസ്ഥമായി ധ്യാനിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. നന്ദിശിലകളെയും ക്ഷേത്രത്തിൽ കാണാം. ശില്പങ്ങളിൽ പലതിനും കാലപ്പഴക്കം മൂലം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തൂണുകളിൽ അധികവും പല്ലവ രാജവംശത്തിന്റെ അടയാളമായ സിംഹത്തിന്റെ രൂപത്തോടു കൂടിയവയാണ്. ഇതുകൂടാതെ വ്യാളി രൂപങ്ങളുള്ള തൂണുകളും കാണാം. പുരാതന കാലത്തെ പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ പലതും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അവയുടെ ഭംഗി മനസ്സിലാക്കാൻ സാധിക്കും. ചാലൂക്യ രാജാവായ വിക്രമാദിത്യൻ പല്ലവ തലസ്ഥാനമായ കാഞ്ചീപുരം ആക്രമിച്ചപ്പോൾ നഗരം പൂർണ്ണമായും വരുതിയിലാക്കുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ അതിമനോഹര കാഴ്ചയും ശില്പഭംഗികളും മുരൽ ചിത്രരചനകളും വിക്രമാദിത്യനെ അതിശയിപ്പിച്ചു. നഗരം പിടിച്ചെടുക്കുന്നതിനു പകരം യുദ്ധത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ തിരികെ നൽകുകയും ക്ഷേത്രത്തിന് ഉദാരമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചാലൂക്യ ഭരണകൂടം അവരുടെ നാട്ടിൽ നിർമ്മിച്ച വിരൂപാക്ഷ ക്ഷേത്ര നിർമ്മാണത്തിന് പല്ലവ ശില്പികളെ കൊണ്ടുപോയിരുന്നതായും പറയുന്നു.
16 വശങ്ങളോട് കൂടിയ ഷോഡശ ശിവലിംഗമാണ് കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിൽ കുടികൊള്ളുന്ന കൈലാസനാഥനെ വലം വെക്കുന്നത് സാധാരണ രീതിയിലല്ല. ശ്രീകോവിലിന്റെ വലതുവശത്തു കൂടിയുള്ള വഴിയിലൂടെ പടികൾ ഇറങ്ങി താഴെ എത്തണം. കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ തറയിൽ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങി പുറത്തു കടക്കണം. മരണത്തിന്റെയും ജനനത്തിന്റെയും വാതിലുകളായാണ് ഈ വഴി കണക്കാക്കുന്നത്. ഇത്തരത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന്റെ മുൻജന്മ പാപങ്ങൾ ഇല്ലാതെയാവുകയും പുനർജന്മത്തിൽ നിന്നും മോചനം നൽകി മോക്ഷപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുമെന്നുമാണ് വിശ്വാസം. ഇടുങ്ങിയ വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങി കടന്നു വരുന്നതിനാൽ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഒഴിവാക്കാം. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൂജകൾ നടക്കാറുണ്ട്. ക്ഷേത്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. ആത്മീയതയ്ക്കൊപ്പം സമ്പന്നമായ വാസ്തുവിദ്യാ വൈഭവത്തിനും പ്രസിദ്ധമായ ഈ ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശില്പഭംഗികളാൽ മനോഹരമായ കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.